മാള കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചതിൽ പ്രതിഷേധം ശക്തമായി. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് ജില്ലാ പഞ്ചായത്തിനും കളക്ടറേറ്റിനും മുൻപിൽ സമരം സംഘടിപ്പിക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. യോഗത്തിൽ എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പുനർനിർമ്മാണത്തിനായി റോഡ് വെട്ടിപ്പൊളിച്ച് 5 വർഷമായി പൊടി തിന്നും ശ്വസിച്ചും രോഗികളായി മാറിയവരുടെ ദുരിതം ജനപ്രതിനിധികൾ മനസ്സിലാക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. എന്റെ മകനെ 2 ആഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ഇന്ന് കാറ്റിസം പരീക്ഷയുണ്ട്. പരീക്ഷയ്ക്ക് മാത്രമേ അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്റെ തൊണ്ട ചുമച്ചു തുടങ്ങിയിട്ട് രാത്രി ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. രാത്രി ഉറങ്ങാൻ പറ്റണില്ല. കടയുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നൊമ്പരമാണ് ഈ പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് നമ്മളൊക്കെ ഇതിന് വന്നിരിക്കുന്നത്. അനുഭവത്തിന് മാത്രമേ വരുള്ളൂ. കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ നിർത്തിയില്ല. കഴിഞ്ഞെല്ലാം വലിയ കുറെ കാശ് ഉണ്ടാക്കി വീട് പൂച്ചതാണ്. ഇപ്പൊ ചെളി പിടിച്ച് ഒന്നിനും നിർത്തിയില്ല. കൊച്ചിനും മരുമോൾക്കൊക്കെ ചുമയും തുമ്മലും എന്നും ചുമയും തുമ്മലാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ പഠിക്കുന്നവർ വഴി വിടില്ല. ഞാൻ കെടുക്കും, പഠിക്കാൻ കെടുക്കും വണ്ടിയുടെ മുന്നിൽ. നല്ല ഉറപ്പായിരിക്കും. പണം കിട്ടാത്തതാണ് ടാറിടൽ നിർത്തിവെക്കാൻ കാരണമെന്ന് കരാറുകാരൻ വ്യക്തമാക്കിയിട്ടും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യമായ മറുപടി നൽകുന്നില്ല. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ രേഖകൾ പ്രകാരം ഇപ്പോഴത്തെ കരാറുകാരൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി ഈ മാസം 28 വരെയാണ്. ഐരാണിക്കുളം വരെ നടത്തിയ ടാറിടൽ ഇപ്പോൾ തന്നെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കരാർ കാലാവധിക്ക് പുനർനിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം സമരത്തിന് മുന്നിൽ നിൽക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ വ്യക്തമാക്കി. 3.83 കിലോമീറ്റർ റോഡിന്റെ ശേഷിക്കുന്ന പുനർനിർമ്മാണത്തിനായി 170.23 ലക്ഷം രൂപയ്ക്കാണ് വി ജോൺസൺ എന്നയാൾ കരാർ എടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര വികസന മന്ത്രാലയം ഫണ്ട് അനുവദിച്ച് സംസ്ഥാന ഗ്രാമീണ വികസന ഏജൻസിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ന് വരെ ജില്ലാ പഞ്ചായത്തിൽ ഫണ്ടുണ്ട്. ഈ റോഡിന് ഒന്നും 15 വണ്ടികളും ഈ റോഡിൽ നിന്നായിരുന്നു. പാത്രയ്ക്ക് 11 വരെ വളർന്ന അവസ്ഥയാണ്. ഇതുവരെ അത് ഒക്കെ നിർത്തിപ്പോയി. ആകെ ഒരു ദിവസമുള്ളത് 6 മാസക്കാലത്തോളം ഈ റോഡ് അടച്ചിട്ടേക്കായിരുന്നു. ആർക്കും ചോദിക്കാൻ പറയണ്ടായിരുന്നില്ല. ഒരു MLA എന്നൊരു വ്യക്തിയിലൂടെ 10 കൊല്ലത്തോളം റോഡ് നടത്തിട്ടു. ഇന്ന് വരെ ഇതിനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അയാളെ കണ്ടാണ് പോയി കണ്ടയാളെ ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് വരെ അതിന് വേണ്ടിയില്ല. നമ്മൾ പറയണോണ്ട് അപ്പൊ പറയും ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാം. ഇന്ന് വരെ എന്തെങ്കിലും ചെയ്യാം. എത്ര കൊല്ലത്തിന് പിന്നോട്ട് പോയി റോഡ് ഇവിടുത്തെ ജനങ്ങളെത്ര കൊല്ലത്തേക്ക് പിന്നോട്ട് പോയി. ഒരു ആംബുലൻസ് പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരികയും. ഇതാണ് നമ്മുടെ വികസനം. ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ 2022 ഏപ്രിൽ 13 പുനർനിർമ്മാണം തുടങ്ങിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, മാള.